മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു ബിണ്ടി മസാലയുടെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 10 വെണ്ടയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെണ്ട ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ലോണം കഴുകി തുടച്ചിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന നേരത്തിൽ തുടച്ചിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. ഇനി കുറച്ച് ഉപ്പിടുക. ഇത് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളോ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളോ കടലമാവ്. അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ വെണ്ട ഒരു വഴുവഴുപ്പ് പോലെയല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് സ്പൂണൊന്നും വെക്കാതെ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം കൈ കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. ഞാനിപ്പം 10 മിനിറ്റ് വെക്കുന്നൊന്നുമില്ല, നേരെ ഫ്രൈ പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് വെച്ചാൽ ഇത് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വരും. ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കുക. വെളിച്ചെണ്ണയിലേക്കാട്ട് ടേസ്റ്റ് ഓയിലിടണം. കാരണം നമ്മളിതിൽ ജീരകമൊക്കെ പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ബിണ്ടി, ഇത് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റം രണ്ടും കട്ട് ചെയ്തിട്ട് നീളത്തിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. അതായത് ഇതൊന്ന് റോസ്റ്റായി വരണം. ഇതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒന്നായിട്ട് അയക്കാവുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അങ്ങനെ ഇത് റോസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഫ്രൈ പാനിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഓയിൽ കുറവാണ്, അപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇത് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. നല്ല ജീരകം കേട്ടോ. അതായത് നമ്മൾ അവിയലിനൊക്കെ അരക്കുന്ന ജീരകമില്ലേ, ചെറിയ ജീരകം, അതാണ് എടുത്തത്. അത് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചുവക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ടൈമിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കാവും കേട്ടോ. അതിലേക്ക് കരിഞ്ഞു പോയത്, അപ്പോൾ വേറൊരു ടേസ്റ്റ് ആവും കറിക്ക് കേട്ടോ. ഒന്ന് ഇതായി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. ഇത് സവാള നന്നായിട്ട് വഴണ്ടി കിട്ടണം. കാരണം നമ്മൾ ഈ കറി നല്ലോണം ഒരു സോഫ്റ്റായി കിട്ടണം. അതായത് ഇതിൽ കടിക്കുന്ന തരത്തിലാവരുത്. അതുകൊണ്ട് നന്നായിട്ട് ഇത് അലിഞ്ഞു പോകുന്ന ടൈപ്പിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3-4 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അധികം എരിവുണ്ടാവില്ല ഈ കറിക്ക്. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ വളരെ കുറവല്ല നമ്മൾ ഇടുന്നത്. അപ്പോൾ അധികം എരിവിൽ ഇത് കഴിക്കില്ല. ഇത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറി കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഈ ടൈമിൽ നമുക്ക് പെട്ടെന്ന് വഴണ്ടിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വെണ്ട മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഇടുക കേട്ടോ. അപ്പോൾ കൂടിപ്പോകരുത്. പിന്നെ നന്നായി വഴറ്റിക്കെടുക്കുക. ഇതൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. പേസ്റ്റ് ആയാലും ചതച്ചിട്ടതായാലും എല്ലാം ഒന്നും കുഴപ്പമില്ല. ചതച്ചിടുമ്പോൾ നന്നായിട്ട് ചേർക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ കടിക്കുന്ന തരത്തിലാവരുത്. ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റ് ആക്കുന്നതായിരിക്കും നല്ലത്, കൂടുതൽ നല്ലത്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ഉണ്ടാവും നല്ലോണം എല്ലാ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെജിറ്റേറിയനൊക്കെ നല്ലൊരു കറിയാണ്. വെജിറ്റേറിയൻസിന് സൂപ്പർ കറിയാണ്. ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് മസാല നമുക്ക് ആഡ് ചെയ്യാം. മസാലപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഞാൻ നോർമൽ മുളക് പൊടിയാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി എടുക്കാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ കൂടുതൽ കളർ നല്ലോണം കിട്ടും. ഞാനിത് നോർമലാണ് എടുത്തത് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. കൂടുതൽ മസാലയൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതിൻ്റെ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മൾ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ വളരെ കുറവാണ് പാടുള്ളൂ കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.
ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഇതിന് പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് കറികൾ വെണ്ടക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ കാണാത്തവരൊന്ന് തീയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ കാണാത്തവർ. ഇത് ചപ്പാത്തിക്ക് നല്ല കിടിലൻ കറിയാണ്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ കറിയാണ്. ഇതിലേക്ക് ഒന്ന് നോൺ വെജ് കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ. വെണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. തോരനും മെഴുക്ക് വരട്ടിയല്ല എന്നും നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ചപ്പാത്തിക്ക് കറിയായി, വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഡിന്നറിനൊക്കെ നല്ല കോംബോ ആണിത് ചപ്പാത്തീൻ്റെ കൂടെ. ഇനി ഇത് ഒരു മീഡിയം സൈസ് തക്കാളി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ജ്യൂസ് അടിച്ചിട്ടാണ് ഇത് ഇടുന്നത്. അതായത് ഇതിൻ്റെ പ്യൂരി ആക്കിയിട്ടാണ് ഇടുന്നത്. കട്ട് ചെയ്തിടുമ്പോൾ നമ്മൾ അതിൻ്റെ കഷ്ണമൊക്കെ കടിക്കുന്ന നേരത്തിലാവും. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ കഷ്ണം ഒന്നും ഇടാറില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാം നല്ല അലിഞ്ഞ രീതിയിലായിരിക്കണം ഈ കറി ഉണ്ടാകേണ്ടത്. കുറച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ, നല്ലോണം എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അതിന് ശേഷമാണ് ഇതിലേക്ക് 1/2 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാകുമ്പോൾ നമ്മൾ കറി പുളിച്ചു പോവും. അപ്പോൾ ഇത് പുളിയില്ലാത്ത തൈരാണ്. 1/2 കപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് 10 വെണ്ടയാണ് എടുത്തത്, അതിനാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിക്കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ആ തൈരൊക്കെ ഉടയുന്ന തരത്തിൽ നന്നായിട്ട് മിക്സാക്കി നല്ലോണം ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച വെണ്ട ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതൊന്നുമില്ല, ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വെറുതെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കറി റെഡിയായി കിട്ടും. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടോ, നല്ലോണം തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഗ്രേവി ഇടില്ല കേട്ടോ. ഇത് ഒരു തൊടുകറി പോലെയാണ് ഇത് ഉണ്ടാകുക. അധികം അങ്ങനെ ലൂസായിട്ടുള്ളൊരു കറിയല്ല ഇത്. ഞാനിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച വെണ്ട ഇടുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സായി കൊടുക്കുക. വെണ്ട ഒന്നും ഉടഞ്ഞു പോവില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ആക്കിയോണ്ട് വെണ്ട അങ്ങനെ ഉടഞ്ഞു പോവോ അതിൻ്റെ കൊഴുപ്പിറങ്ങും അങ്ങനത്തെ ഒന്നും ഒരു ഇതും വരുന്നില്ല. ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പ് കുറച്ച് ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടുകൊണ്ട് ഉപ്പ് കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നല്ല അടിപൊളി പിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് അടച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രഷായ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഫ്രഷായ കുറച്ച് കറി മല്ലിയില കൂടി ആഡ് ചെയ്ത് ഇത് അടച്ച് വെക്കുക. ഇനി നമുക്ക് സെർവിങ് നേരത്ത് തുറന്നാൽ മതി, ഓപ്പൺ ചെയ്താൽ മതി, അടച്ച് വെക്കുക. കിടിലൻ ബിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.